നമസ്കാരം. അവസാന ലാപ്പിൽ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ റൂട്ട് മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. എന്തായാലും റൂട്ട് മാറ്റിപ്പിടിച്ചു എന്ന് പറയാനുള്ള കാരണം വിവിധ സർക്കാർ വകുപ്പുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമായി തന്നെ എല്ലാ വിഭാഗങ്ങളിലും പെടുന്ന തൊഴിലാളികളുടെയും ജനങ്ങളുടെയും എല്ലാം തന്നെ യാത്രാ ദുരിതം മനസ്സിലാക്കുവാനായി അദ്ദേഹം ഇന്നൊരു ട്രെയിൻ യാത്ര നടത്തുവാൻ പോവുകയാണ്. ദൃശ്യങ്ങളിലേക്ക്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റീസിന് എന്താണ് ഒന്ന് കപ്പാസിറ്റി അപ്പം ശരിയാണ്. വേറെ എത്രയോ സർവീസസ് ഉണ്ട്. അതെല്ലാം ഇരുന്ന് പണി ചെയ്യുന്നത് ഈ 9 വീട്ടുകാർക്കും വെള്ളമില്ല. അത് എനിക്ക് കിണറില്ല, പൈപ്പില്ല. വേറെ 2 വീട്ടിലേക്ക് കിണറില്ല, പൈപ്പില്ല. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും എഴുതിയിട്ട് മഹേഷന്റെ ഞാൻ ഏറ്റു. 4-ാം തീയതി ജൂൺ 3-ാം തവണ സ്വയറിംഗിന് കഴിഞ്ഞ് ഞാൻ ഇവിടെ വരും. അന്ന് ഇത് ആദ്യത്തെ ഒരു 10 പ്രോജക്റ്റിൽ ഇത് ചെയ്യും. 8 വീട്, ഒരു അംഗൻവാടി, അതെന്റെ പ്രോജക്റ്റാണ്. അത് ഈ LDFിന്റെയും ഈ റെയിൽവേയുടെ ജോലിയുള്ള ഉദ്യോഗസ്ഥന്റെ ഒരു ഉദ്ദേശമോടെ 2019 ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ 6 ലക്ഷം വീട്ടിൽ കുടിവെള്ളം ഉണ്ടായിരുന്നില്ല. ഇന്നലെ പറഞ്ഞ മാതിരി അത് വിട്ട് അതല്ലാണ്ട് വേറെ എത്ര വീടുണ്ടല്ലോ. ഞാനിപ്പോൾ അയച്ചു തന്ന എന്തായാലും ഇന്ന് രാവിലെ 7:20 അദ്ദേഹം ട്രെയിൻ യാത്ര പാറശാലയിൽ നിന്നും ആരംഭിച്ചത്. വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ജനങ്ങളിൽ നിന്ന് ലഭിച്ചത് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.